നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പുമായി ബി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 9 പരിവർത്തൻ രഥയാത്രകൾ സംഘടിപ്പിക്കാനാണ് ബി ഒരുങ്ങുന്നത്. യാത്രയുടെ സമാപനം കൊഴുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തും. മാർച്ച് 1 രഥയാത്രയുടെ ആദ്യഘട്ടത്തിന് തുടക്കമാകും. കൂച്ച് ബെഹാർ സൗത്ത്, കൃഷ്ണനഗർ സൗത്ത്, ഗർബെട്ട, റൈതി കാൽഗട്ടി, കൂച്ച് ബിഹാർ സൗത്ത്, കൃഷ്ണനഗർ സൗത്ത്, ഗർബെട്ട, റൈതി കൊലട്ടി എന്നിവിടങ്ങളിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക. യാത്രയുടെ രണ്ടാം ഘട്ടം മാർച്ച് 2 ഇസ്ലാംപൂർ, സന്ദേശ് ഗലി, ഹാസൻ, അംത എന്നിവിടങ്ങളിൽ നടക്കും. ഹോളി പ്രമാണിച്ച് 3, 4 തീയതികളിൽ യാത്ര നിർത്തിവെക്കും. തുടർന്ന് 5 പുനരാരംഭിക്കുന്ന യാത്ര 10 വരെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ പുരോഗമിക്കും. സംസ്ഥാനത്ത് 5000 കിലോമീറ്റർ ദൈർഘ്യത്തിൽ യാത്ര നടത്താനാണ് ബി ലക്ഷ്യമിടുന്നത്. രഥയാത്രയുടെ വൻ വിജയമാക്കാനാണ് ബിയുടെ ശ്രമം. ബിയുടെ ദേശീയ നേതാക്കളുടെ വൻ പടയാണ് ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തുന്നത്. ബി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ജെ നഡ്ഡ, ധർമ്മേന്ദ്ര പ്രധാൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, നിതിൻ ഗഡ്കരി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, സ്മൃതി ഇറാനി എന്നിവർ പങ്കെടുക്കും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിലാണ് മോദി എത്തുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി നടത്തിയ പ്രചാരണത്തിന് സമാനമായിരിക്കും രഥയാത്ര. തുടർച്ചയായ 3 തവണയായി അധികാരം കൈയാളുന്ന മമതയെ ഇക്കുറി എന്ത് വില കൊടുത്തും താഴെയിറക്കാനാണ് ബിയുടെ ലക്ഷ്യം. ബിജെപിക്കും മോദിക്കുമെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന മമതയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി കനത്ത മറുപടി നൽകാനാണ് പാർട്ടിയുടെ ശ്രമം. രഥയാത്രയിൽ മമതാ ബാനർജിയെ മോദി കടന്നാക്രമിക്കുന്നത് ഉറപ്പാണ്. 2011 മെയ്യിൽ അധികാരത്തിലെത്തിയ മമത ഇത്രയും കാലം അജയ്യായി തുടരുകയായിരുന്നു. ബംഗാൾ സംസ്ഥാനം രൂപീകരിച്ച ശേഷം ഇതുവരെ ബിജെപിക്ക് ഭരണം കിട്ടിയിരുന്നില്ല. ഇക്കുറി മമതയെ താഴെയിറക്കി ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചാൽ ബിജെപിയുടെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്താൻ പോകുന്ന വിജയമായിരിക്കും അത്. അതിനാൽ ആ സുവർണ നേട്ടം ഏതു വിധേനയും യാഥാർത്ഥ്യമാക്കാനാണ് ബിജെപിയുടെ ശ്രമം. തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെ കനത്ത അഴിമതി ആരോപണമാണ് ബിജെപി ഉന്നയിക്കുന്നത്. അഴിമതിയുടെ പര്യായമാണ് മമതാ ബാനർജി എന്നാണ് ബംഗാൾ ബിജെപി അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ ആരോപിച്ചത്. മമതയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് കനത്ത അഴിമതി നടമാടുകയാണെന്ന് ബിജെപി കുറ്റപ്പെടുത്തുന്നു. ദുർഗാപൂജയുടെയും സുന്ദർബൻസ് കടുവകളുടെയും നാടായ ബംഗാൾ ഇത്തവണ ആര് പിടിക്കുമെന്നാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ബദ്ധവൈരികളായ മോദിയും മമതയും നേർക്കുനേർ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം അഭിമാന പ്രശ്നമായാണ് ബിജെപി കാണുന്നത്. ബിജെപിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന മമതയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ദുർഗാപൂജയുടെ നാട്ടിൽ കാവിക്കൊടി പാറിക്കാനുള്ള തീവ്ര യജ്ഞത്തിലാണ് ബിജെപി.